എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ വെളുത്ത പാവയ്ക്ക അച്ചാറാണ്. ഈ ഒരു പാവയ്ക്ക അച്ചാർ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ 2 പാവയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം തുടച്ചു വെച്ച പാവയ്ക്ക നമുക്കിതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടതും. പാവയ്ക്ക കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉടൻ തന്നെ അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാവയ്ക്കയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പാവയ്ക്ക നല്ല പോലെ ഒന്ന് വഴണ്ട് വാടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമായ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് കട്ട് ചെയ്ത് കൂടെ വെക്കണം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ പാവയ്ക്ക നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാവയ്ക്ക ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതേ പാൻ തന്നെ അടുപ്പിലേക്ക് വീണ്ടും വെച്ച് കൊടുക്കാം. പാൻ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് കടുക് കൂടി ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് വറവായിട്ട് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം പൊടിയായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കാം. ഇവയെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. പച്ചമുളക് കൂടി ചേർത്ത് നല്ലോണം വഴണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ അളവിൽ വറുത്തു പൊടിച്ച ഉലുവയും അച്ചാറിന് ആവശ്യമായ കായപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പോളം വിനാഗിരി കൂടി ചേർത്ത് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാം. അച്ചാറിന്റെ കയ്പൊന്ന് മാറി കിട്ടുന്നതിനായിട്ട് 1/2 സ്പൂൺ അളവിൽ പഞ്ചസാരയും ചേർത്ത് ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പാവയ്ക്കയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. പാവയ്ക്കയും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ രുചികരമായിട്ടുള്ള പാവയ്ക്ക അച്ചാർ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോയും കണ്ടിഷ്ടമായിട്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കല്ലേ കൂട്ടുകാരെ.